നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലയൺസ് ലൈഫ് വില്ലേജ് തറക്കല്ലിടിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കടക്കൽ പഞ്ചായത്തിൽ കോട്ടപ്പുറം വാർഡിൽ കടക്കലത്തെ വ്യാപാരി ശ്രീ അബ്ദുള്ള വാങ്ങി നൽകിയ 1 ഏക്കർ വസ്തുവിൽ നിർധനരായിട്ടുള്ളവർക്ക് വീട് നിർമ്മിക്കുന്നതിൻ്റെ തറക്കല്ലിടൽ കർമ്മം ഇന്ന് നടക്കുകയാണ്. ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് തറക്കല്ലിൽ നിർവഹിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലയൺസ് ലൈഫ് വില്ലേജ് തറക്കല്ലിൻ്റെ ഭാഗമായി കോട്ടപ്പുറം സംഘടിപ്പിച്ചിരിക്കുന്ന തറക്കല്ലിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കൊണ്ടുപോകുന്നത്. ബഹുമാന്യ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനായ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ MP രാജേഷ് തറക്കല്ലിൽ കർമ്മം ഉദ്ഘാടനം ചെയ്യും. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷയായി നമ്മുടെ പ്രിയകരിയായിട്ടുള്ള MLA കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന ക്ഷേമവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ജെ ചിഞ്ചുറാണി അവരെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്വാഗതം പറയുന്നതിന് വേണ്ടി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മനോജ് കുമാറിനെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് ഒരു പ്രയറാണ്, ജസ്റ്റ് ഒന്ന് അനുഷ്ഠിക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ MP രാജേഷ്, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷൻ ശ്രീമാൻ സൂരജ് ഷാജി IAS, ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, വേദിയിലിരിക്കുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ അബ്ദുൽ വഹാബ്, അതിലേറെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന സമയത്ത് നമ്മുടെ കടക്കലിലെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വ്യാപാരി സുഹൃത്ത് ശ്രീമാൻ അബ്ദുള്ള കടക്കൽ പഞ്ചായത്തിന് 1 ഏക്കർ സ്ഥലം വീടില്ലാത്തവർക്കായി വീട് വെച്ച് നൽകുവാൻ വേണ്ടി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് വെച്ച് നൽകുവാൻ വേണ്ടി പഞ്ചായത്തിന് 1 ഏക്കർ സ്ഥലം വാങ്ങിത്തരികയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ വകുപ്പ് വഴി ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കാം എന്നുള്ള
കാര്യങ്ങളിലെല്ലാം പോയതാണ്. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് നമ്മുടെ ഭരണസമിതി വരികയും അതിനുശേഷം 2 വർഷം കോവിഡ് വന്ന് പിന്നെ അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് പോയപ്പോൾ എങ്ങനെയും നമുക്ക് ഈ പദ്ധതി ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ ലൈഫ് മിഷനെയും ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ വകുപ്പിനെയും ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലൈഫ് ലൈൻസ് ഇന്റർനാഷണൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല ഈ ഡിസ്ട്രിക്റ്റിൽ 100 വീട് വെച്ച് നൽകുവാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും നമ്മൾ കടയ്ക്കൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് 25 വീട് ഇവിടെ വെച്ച് തരാമെന്ന് ഏൽക്കുകയും ചെയ്യുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞ് ഇനി അധികം നീട്ടുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ഒരു പരിപാടി നമ്മൾ കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം നടത്തുകയുണ്ടായി. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വേറൊന്നിലേക്ക് നീങ്ങുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചെഞ്ചുറാണി അവരെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ MP രാജേഷ് അവர்களാണ്. ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പദ്ധതി വിശദീകരിക്കുന്നത് നമ്മുടെ ലൈഫ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ശ്രീമാൻ സൂരജ് ഷാജി IAS ആണ്. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫലകം അനാച്ഛാദനം ചെയ്ത് ലയൺസ് പരിപാടിയുടെ വിശദീകരണം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൺ MA വാഹിബ് അവர்களാണ്. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാരവാഹികളുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ 19 വാർഡുകളിൽ നിന്നും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട നമ്മുടെ ഈ ശിലാസ്ഥാപനം അതോടൊപ്പം തന്നെ ഇതിന്റെ പൊതു ഉദ്ഘാടനവും നടത്തുന്ന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ MP രാജേഷ് അവർ സ്വാഗതം പറഞ്ഞ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മനോജ്, പദ്ധതി വിശദീകരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷന്റെ ശ്രീ സൂരജ് ഷാജി അവർ, ഫലകം അനാച്ഛാദനം ചെയ്ത് ലയൺസ് പരിപാടിയുടെ വിശദീകരണം നടത്തുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയായ ശ്രീ PMJF ലയൺ MA വഹാബ് അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സഖാവ് നജീബത്ത്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാംഖെ ഡാനിയൽ, പ്രിയപ്പെട്ട ശ്രീ PMJF ലയൺ R മുരുകൻ, PMJF പാസ് ഇന്റർനാഷണൽ ഡയറക്ടർ ശ്രീ ബിനുൻ വാഹിദ്, ജോയിന്റ് ഡയറക്ടർ കൊല്ലം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശ്രീ ഷാനി SS വൈസ് പ്രസിഡന്റ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, പ്രിയപ്പെട്ട ശ്രീ വേണുകുമാരൻ നായർ ചെയർമാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മാധുരി ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ ശ്രീ K വേണു ചെയർപേഴ്സൺ, ശ്രീ കൊല്ലായിൽ സുദേവൻ CPIM ജില്ലാ സെക്രട്ടറി, ശ്രീ S രാജേന്ദ്രൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, പ്രിയപ്പെട്ട ശ്രീ S വിക്രമൻ കിംസാർ ചെയർമാൻ, ശ്രീ M നസീർ CPM ജില്ലാ കമ്മിറ്റി അംഗം, പ്രിയപ്പെട്ട ശ്രീ S ബുഹാരി CPI മണ്ഡലം സെക്രട്ടറി, ശ്രീ V സുബലാൽ CPM ഏരിയ സെക്രട്ടറി, ശ്രീ P പ്രതാപൻ CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, ശ്രീ A താജുദ്ദീൻ കോൺഗ്രസ് ആയി, ശ്രീ RS ബിജു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ വസ്തു സംഭാവന നൽകിയ പ്രിയപ്പെട്ട ശ്രീ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ലൈഫ് മിഷൻ കോർഡിനേറ്റർ ശ്രീ വിനുകുമാർ ഉൾപ്പെടെയുള്ള സുധീർ കടയ്ക്കൽ,
ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഡെപ്യൂട്ടി CEO ലൈഫ് മിഷൻ ശ്രീ അൻവർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരെ, വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം കേരളത്തിന്റെ ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ് തീരുമാനിച്ചത് തന്നെ രണ്ടാം ഗവൺമെന്റും പൂർവാധികം ഭംഗിയോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന തരത്തിലേക്കാണ് ഈ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് 8 വർഷക്കാലം കഴിയുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് 5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകിയ ഒരു ഗവൺമെന്റായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ്. എല്ലാവർക്കും അത്തരത്തിലുള്ള ഭൂമിയും വീടും ഉൾപ്പെടെ കൊടുക്കുവാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി വിപുലമായ സംവിധാനമാണ് കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇന്ന് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതി കൂടിയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ. നിരവധിയായിട്ടുള്ള നമ്മുടെ വ്യക്തികൾ, സന്നദ്ധ സംഘടനകളെല്ലാം ഇതിനകത്ത് ഭാഗമായിട്ടുണ്ട്. പല പ്രദേശവും എടുത്ത് പരിശോധിച്ചാൽ 1 ഏക്കറും 2 ഏക്കറും 50 സെന്റും 25 സെന്റും ഒക്കെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം തന്നെ ഫ്ളാറ്റുകൾ, സമുച്ചയങ്ങൾ, സ്വന്തമായി നിർമ്മിക്കുന്ന വീടുകൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് എല്ലാവർക്കും വീട് എന്ന തരത്തിലേക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റ് ഇന്ന് മുന്നേറുന്നത്. നമുക്കറിയാം, പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഉൾപ്പെടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പൊതുജന സേവനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഇന്ന് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318യും അതോടൊപ്പം തന്നെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ കർമ്മനിരതരായ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ലൈഫ് മിഷനും കൈകോർത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് 100 വീടുകൾ നമുക്കിവിടെ നിർമ്മിക്കുവാൻ 1 ഏക്കർ സ്ഥലം നമ്മുടെ ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയിലൂടെ ഇന്ന് ഇവിടെ നടപ്പിലാക്കുവാൻ പോകുന്നു. നമുക്കറിയാം, എല്ലാ വീടും ഒരുമിച്ച് ചെയ്യുന്നില്ല, പക്ഷെ 25 ഭവനങ്ങൾ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് നമ്മുടെ ഇവരുടെ സഹായത്തോടുകൂടി ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ 1 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന 1 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ അത് ഭൂമി ദാനം തന്ന നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ 25 വീടുകളുടെയും ശിലാസ്ഥാപന കർമ്മം ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്ന് നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് ഇത് മാത്രമല്ല, പട്ടയമില്ലാത്തവർക്ക് പട്ടയം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ സമഗ്രമായ പുരോഗതിയും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാവർക്കും നമുക്കറിയാം ജോലി കൊടുക്കുവാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ന് PSC നിയമനങ്ങൾ പരമാവധി കൊടുത്തൊരു സംസ്ഥാനം എന്ന ബഹുമതി നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെയാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന 1 വർഷം വ്യവസായ വകുപ്പ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് സംരംഭക വർഷമായിട്ട് ആചരിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ എന്ന് കണ്ടപ്പോൾ അത് 1,40,000 സംരംഭങ്ങൾ പൂർത്തീകരിച്ചൊരു സംസ്ഥാനം എന്ന ബഹുമതി കൂടി നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാ മേഖലകളിലും മാറ്റം വരുത്തി. നമുക്കറിയാം, ഇന്ന് സ്ത്രീ ശാക്തീകരണം അത് നമ്മുടെ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണുവാൻ പറ്റും. അത് കുടുംബശ്രീ ആയാലും, അത് മറ്റേ ആശാവർക്കർമാരായാലും, അത് അംഗൻവാടിക്കാരായാലും, അവരെല്ലാം നമ്മൾ ഇന്ന് ഗവൺമെന്റ് ചേർത്ത് നിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് രാജ്യത്ത് പോലും മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന ബഹുമതി നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വരികയും ഒന്നുമില്ലെങ്കിൽ ലൈഫ് മിഷനിലൂടെ നമ്മുടെ ഇവിടുത്തെ ഈ ലയൺസ് ക്ലബിന്റെയും കൂടെ നേതൃത്വത്തിൽ അവർ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകൾ ഇന്നിവിടെ ഔപചാരികമായി അതിന്റെ കല്ലിടിയിൽ കർമ്മം നടക്കുവാൻ പോവുകയാണ്. അതിനെത്തിച്ചേർന്ന മന്ത്രിക്കും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇവിടെ ശിലാസ്ഥാപന കർമ്മവും ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവരെ ക്ഷണിച്ചു.
അതങ്ങ് താഴെ ആക്കണം. ദൂരോട്ടേക്ക് സാർ. അതിനാണ് താഴെ ആക്കിയത്. വിളക്കെത്തിക്കുകയാണ്. ആർക്കും തടസ്സമുണ്ടെങ്കിൽ പറയണം. എനിക്ക് ഇച്ചിരി പൊക്കം കൂടുതലാണ്. അതെ, എനിക്ക് പൊക്കില്ല. എന്തോ ചിരിക്കരുത്. അനിൽകുമാർ കത്തിച്ചിട്ട് മാറണേ. അവിടെ നിൽക്കല്ലേ, അതിന് തല മാത്രമേ ഉള്ളൂ. നല്ലൊരു അനി മാറിക്കൊള്ളണേ. കൊടുത്തിട്ടേ മാറിക്കൊള്ളണേ. മാറിക്കൊള്ളണേ. അനിയണ 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 അങ്ങോട്ടൊന്നുമില്ലേ? സാർ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് കയറുവാണ് സാറേ. ഈ സൈഡിലോട്ട് കയറുക. സൈഡിലോട്ട് ഇല്ലേ? സൈലന്റ് ആക്കി. സൈലന്റ് ആക്കി. ഹലോ ഹലോ പറഞ്ഞോ. ബഹുമാന്യായ അധ്യക്ഷ, പറഞ്ഞോ. ചടയമംഗലത്തിന്റെ പ്രിയപ്പെട്ട എംഎൽഎ, കേരളത്തിന്റെ ആദരണീയയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണി, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം മനോജ് കുമാർ, ലയൺസിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് ഇന്റർനാഷണൽ 318A, PMJF ലയൺ ശ്രീ M.A. വഹാബ്, ലൈഫിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സൂരജ് ഷാജി IAS, ലയൺസ് ക്ലബിന്റെ വൈസ് ഗവർണേഴ്സ് ശ്രീ ജെയിൻ സി ജോബ്, ശ്രീ അനിൽകുമാർ, മുൻ ഗവർണർ ശ്രീ സുരേന്ദ്രൻ, ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഈ പദ്ധതിയിൽ, ലയൺസ് ലൈഫ് പദ്ധതിയിൽ ശ്രീ അബ്ദുള്ള സൗജന്യമായി വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിൽ ലയൺസ് ക്ലബ്ബ് 25 പേർക്ക് വീട് വെച്ചു കൊടുക്കും. അതാണ് ലയൺസ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്, ലയൺസ് ലൈഫ് വില്ലേജ് എന്ന് പറയുന്നത്. ഒരേക്കർ ഭൂമി സൗജന്യമായി ഇതിനായി കൊടുത്ത ബഹുമാന്യനായ ശ്രീ അബ്ദുള്ളയോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചെറിയ സംഭാവനയല്ല അദ്ദേഹം നൽകിയിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എത്ര വിലമതിക്കുന്നത്, നാട്ടുകാർക്ക് അറിയുമായിരിക്കും. ഒരേക്കർ ഭൂമിക്ക് എത്ര 1 കോടിയോളം രൂപ വിലമതിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വേലി, ഇവിടെ വേലി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് വേലി. അതങ്ങോട്ട് ഇറക്കി
കയറ്റി കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരിഞ്ച് ഭൂമിക്ക് സഹോദരന്മാർ തമ്മിൽ കത്തിക്കൂത്ത് നടക്കുന്ന ഒരു കാലത്താണ് ഒരേക്കർ ഭൂമി അദ്ദേഹം ഈ പദ്ധതിക്കായി സൗജന്യമായി വിട്ടു നൽകിയിട്ടുള്ളത്. അപ്പൊ വലിയ മനസ്സിനെ നമ്മളെല്ലാവരും ആദരവോടുകൂടി അംഗീകരിക്കുന്നു. ലയൺസ് ക്ലബും വലിയ പിന്തുണയാണ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്ക് നൽകുന്നത്. 100 വീടുകളാണ് ലയൺസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 25 വീടുകളുടെ ശിലാസ്ഥാപനം കിളിമാനൂരിൽ നിർവഹിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ലയൺസ് ക്ലബിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി ഞാൻ കടക്കൽ വെച്ച് രേഖപ്പെടുത്തുന്നു. നിയമസഭയിൽ തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. 100 വീട് ലയൺസ് ക്ലബിന്റെ സംഭാവന, അതും ഈ ഒരു ജില്ലയുടെയാണ് അല്ലെ. ലയൺസ് ക്ലബിന് അനേകം ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഡിസ്ട്രിക്ട് 318A. അവരുടെ മാത്രം സംഭാവനയാണ് ഈ 100 വീടുകൾ എന്നത്. ലയൺസ് ക്ലബിന്റെ ആകെ സംഭാവനയല്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രാധാന്യത്തിൽ നമ്മൾ അതിനെ കാണണം. ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യയായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ ലൈഫ് താരതമ്യമില്ലാത്തൊരു പദ്ധതിയാണ്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം 4,24,800 ആണ്. 4,15 ലക്ഷം വീട്. 1,14,000 വീടുകൾ ഇപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൂടി ചേർത്താൽ 5,38,831 വീടുകൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ലൈഫിൽ സഹായം കൊടുത്തു. സർക്കാർ പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഒരു 1 ലക്ഷം വീടുകൾക്ക് കൂടി നമുക്ക് ധനസഹായം കൊടുക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ 6.5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന, ഇന്ത്യയിൽ മറ്റൊരിടത്തും നടപ്പിലാക്കിയിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ബൃഹത്തായ ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്ന നിലയിൽ ലൈഫ് ചരിത്രത്തിൽ ഇടം പിടിക്കും. എണ്ണം മാത്രമല്ല, ഒരു വീടിന് കൊടുക്കുന്ന പൈസ അത് പ്രധാനമാണ്. 4 ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് ലൈഫിൽ കൊടുക്കുന്നത്. 4 ലക്ഷം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് നീക്കിവെക്കാൻ ആവശ്യപ്പെട്ട തുക ഒരു ഗുണഭോക്താവിന് 48,000 രൂപയാണ്. 48,000. കേന്ദ്രവിഹിതം PMAY ഗ്രാമീൺ അത് 72,000 ആണ്. 72,000. കേരളത്തിൽ അത് കിട്ടിയത് 33,831 പേർക്കാണ്. അത്ര പേർക്കേ ഉള്ളൂ. 33,000 പേർക്ക്, അല്ലെങ്കിൽ 34,000. എത്ര വെച്ച്? 72,000 വെച്ച്. ആ 72,000ന്റെ കൂടെ സംസ്ഥാനം 48,000 കൊടുക്കണം എന്നാണ് കേന്ദ്രം പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷമാണ്. വേണമെങ്കിൽ 48,000 കൊടുത്താൽ മതി. അപ്പോ ആ വ്യത്യാസം ലൈഫിന്റെ വീട്ടിലും കാണാൻ പറ്റും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ നമ്മുടെ ചില ഉദ്യോഗസ്ഥർ മധ്യപ്രദേശിൽ നിന്ന് അവിടെ സർക്കാർ ഉണ്ടാക്കിയ വീടിന്റെ പടം എടുത്തയച്ചു തന്നിട്ട് എന്റെ ഫോണിൽ എപ്പോഴും ഉണ്ട്. 72,000 കേന്ദ്രവിഹിതം, 48,000 സംസ്ഥാന വിഹിതം, 15,300 രൂപ തൊഴിലുറപ്പിന്റെ വിഹിതം. ഇതെല്ലാം കൂടി ചേർത്ത് 1,35,400 രൂപയുടെ വീട്. എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വന്ന ഒരു അഭ്യർത്ഥന കോഴിക്കോട്ടെ ഒരു പഞ്ചായത്തിന്റേതാണ്. അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല. അപ്പൊ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതിക്ക് വന്നു. അതെന്തിനായിരുന്നു എന്നറിയോ? അത് ആ പഞ്ചായത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ആട്ടിൻകൂട് വെച്ചു കൊടുക്കാനുള്ളതാണ്. അതിനവരെ അനുമതി ആവശ്യപ്പെട്ടത് ഓരോ കുടുംബത്തിനും 98,000 രൂപ വെച്ച് ആട്ടിൻകൂട് ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കണം. കൃഷിമന്ത്രി, മൃഗസംരക്ഷണ മന്ത്രിക്ക് സന്തോഷമായിട്ടുണ്ടാവും. ആട്ടിൻകൂട് വെക്കുന്നു എന്ന് പറയുന്നത് ആ പ്രോജക്റ്റാണ്. 98,000 രൂപ ഒരു ആട്ടിൻകൂടിന്.
നിങ്ങൾ ആലോചിക്കേണ്ടത്, കേരളത്തിൽ ഒരു ആട്ടിൻകൂടിന് 98,000 രൂപ കൊടുക്കുമ്പോഴാണ് കേന്ദ്ര ഭവന പദ്ധതിക്ക് 72,000 കൊടുക്കുന്നത്. ആ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആട്ടിൻകൂടിന് തന്നെ 98,000 ഇവിടെ കൊടുക്കുന്നു. അപ്പൊ പിന്നെ വീട് വെക്കാൻ 4 ലക്ഷം കൊടുക്കണ്ടേ? ഇനി ചെലവഴിച്ച തുക എത്രയാണെന്നറിയാമോ? 17,961 കോടി രൂപ. 17,961 കോടി രൂപ കേരളം വീട് വെച്ചു കൊടുക്കാൻ ചെലവഴിച്ചു. അതിൽ കേന്ദ്രവിഹിതം 2,421 കോടി. ബാക്കി മുഴുവൻ സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വഹിച്ച പൈസയാണ്. ബാക്കി മുഴുവൻ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് കേരളം ഇത്രയും ചെയ്യുന്നത്. ആ പ്രതിസന്ധിയൊന്നും നമ്മുടെ എന്തെങ്കിലും കുറ്റം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന, കിട്ടാതെ പോയ തുക 1,07,500 കോടിയാണ്. നമുക്ക് അർഹമായ കിട്ടേണ്ടിയിരുന്ന തുക 1,07,500 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ പൈസ കേസ് കൂടാതെ തന്നെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം പേർ കൂടി വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അതില്ലാതെയാണ് ഇപ്പോ ഇത് കേസ് നടക്കുകയാണ്. നമുക്ക് അർഹമായ തുക തരുന്നില്ല എന്ന കേസ് അവിടെ നടക്കുകയാണ്. അതില്ലാതെയാണ് ഇത്രയും പേർക്ക് വീട് വെച്ചു കൊടുത്തത്. അപ്പോ ലൈഫിന്റെ വലിപ്പം എന്താണ് എന്നാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 1 ലക്ഷം, തദ്ദേശ സ്ഥാപനങ്ങൾ 80,000, പിന്നെ 1 ലക്ഷം വായ്പ പ്ലാൻ ഫണ്ടിൽ നിന്ന് തിരിച്ചടയ്ക്കും, പലിശ സംസ്ഥാന സർക്കാർ കൊടുക്കും. ഏതാണ്ട് ഇപ്പോൾ 15,000-ലധികം കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചു. 5,000 കോടി പഞ്ചായത്തുകളെല്ലാം കൂടി 5,000 കോടിയോളം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. ബാക്കി 5,000 കോടി വായ്പയുമാണ്. ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും മാത്രമല്ല, ലയൺസിനെ പോലുള്ള സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ ഒക്കെ ഇന്ന് ലൈഫിന്റെ ഭാഗമാണ്. അബ്ദുള്ളക്കെ പോലുള്ള വ്യക്തികൾ എല്ലാവർക്കും പങ്കാളിയാവാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ നടപ്പാക്കുന്നത്. അത് ഇന്ത്യയിൽ, കേരളത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ. എന്തുകൊണ്ടാണ് ലയൺസ് 100 വീട് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് വരുന്നത്? സർക്കാർ അത് വൃത്തിയായി ചെയ്യും എന്ന വിശ്വാസമാണ് ലയൺസിനെ സർക്കാരിന് പിന്തുണയ്ക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? ആ വിശ്വാസം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. സർക്കാരിലുള്ളൊരു വിശ്വാസമാണ്. ലയൺസ് മാത്രമല്ല, ഇപ്പൊ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, അവര് ഭൂമിയില്ലാത്ത 1000 പേർക്ക് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം രൂപ വീതം 25 കോടി രൂപ തന്നു. ഒരാൾക്ക് 2.5 ലക്ഷം, 1000 പേർക്ക് 25 കോടി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സംഭാവനയായി തന്നു. പറഞ്ഞ സമയത്ത് ഈ 1000 പേർക്കും ഭൂമി ഉറപ്പാക്കി കൊടുത്തു. സമയബന്ധിതമായിട്ടത് പൂർത്തിയാക്കി. അപ്പൊ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ 1000 പേർക്ക് കൂടി തരാം. കാരണം ഭംഗിയായിട്ടത് ചെയ്തു, പറഞ്ഞ സമയത്ത് ചെയ്തു. സർക്കാരിലുള്ള വിശ്വാസമാണ്. സർക്കാരിൽ അല്ലാണ്ട് വെറുതെ ആരെങ്കിലും 25 കോടി ആദ്യം തരുന്നു, പിന്നെ വീണ്ടും 25 കോടി തരും. ഇല്ല, വൃത്തിയായി ചെയ്യുന്നു എന്ന വിശ്വാസമാണ്. ഇപ്പൊ അടുത്ത 1000 പേർക്ക് തന്നു. അപ്പോ ഏതൊരു സംഘടനയ്ക്കും ഏതൊരു കൂട്ടായ്മയ്ക്കും ധൈര്യമായി ഈ സർക്കാരിനെ സഹായിക്കാം, പണം നൽകാം. അത് എത്തേണ്ട കൈകളിൽ എത്തും എന്നുറപ്പും വിശ്വാസവും അവർക്കുണ്ട്. അതുള്ളത് കൊണ്ടാണ് ലയൺസും വരുന്നത്. ഞാൻ അസംബ്ലിയിൽ തന്നെ ലയൺസിനെ അഭിനന്ദിച്ചതാണ്. കാരണം അല്ലെങ്കിൽ ഇതൊന്നും നാട്ടുകാരറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നല്ലതൊന്നും ആരും അറിയില്ല. കുറ്റവും കുറവുണ്ടെങ്കിൽ വലിയ പ്രാധാന്യത്തിൽ വരും. ടിവിയിലൊക്കെ ഒരു വാർത്ത വരണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ലെങ്കിലും കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് വരും. അത് വേറെ കാര്യം. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും വാർത്തകളില്ല. ഇന്നലെ ഒരു രസകരമായ അനുഭവം ഉണ്ടായി. നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ അവിടെ പോയി. അപ്പൊ ശുചീകരണ തൊഴിലാളികളെ അഭിനന്ദിക്കാൻ വേണ്ടി പോയി. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ പച്ചയും ചോക്കും യൂണിഫോമിൽ ഹരിതകർമ്മ സേനക്കാർ നിരന്നിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണ്.
അപ്പൊ കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയും ശുചിത്വവും ഗംഭീരമാണ് എന്നാണ് ഈ കാഴ്ച തെളിയിക്കുന്നത്, അല്ലെ? 100% കൈവരിച്ചോ? 5% കൊണ്ട് 100%, 5%മായി 100%, അല്ലെ? 5 മാസമായി 100% ഡോർ ടു ഡോർ കളക്ഷൻ. ഞാൻ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. ഇനി പിന്നാക്കം പോകാൻ പറ്റില്ല. ഈ ഫീസ് എത്ര? യൂസർ ഫീ കളക്ഷൻ എത്ര? അതെ, എത്ര ശതമാനം കൈവരിച്ചു? 100% കൈവരിച്ചു. അതിന് പ്രത്യേക അഭിനന്ദനം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതിന് പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ട് കലോത്സവത്തിന്റെ ശുചീകരണം നടന്നു. 24,000 കിലോ ജൈവമാലിന്യം ഈ 6 ദിവസം കൊണ്ട് അവിടുന്ന് നീക്കം ചെയ്ത് സംസ്കരിച്ചു. 2,618 കിലോ അജൈവ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തു. 3.68 ലക്ഷം ലിറ്റർ ദ്രവമാലിന്യം സംസ്കരിച്ചു. ചില്ലറ കാര്യമാണ്. അപ്പൊ ഞാനിന്നലെ അവിടെ പോയി, അടുക്കളയിലേക്കാണ് നേരെ പോയി. നമ്മുടെ പഴയടം മോഹനൻ നമ്പൂതിരി ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ടതും സന്തോഷത്തോടെ, അദ്ദേഹത്തെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം, കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ 25ാം വർഷമാണ് സദ്യ സ്കൂൾ കലോത്സവത്തിന്. ഇത്ര വൃത്തിയുള്ള ഒരു അടുക്കള ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് മുഴുവൻ കോർപ്പറേഷനാണ് അതിന്റെ ക്രെഡിറ്റ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഒരു ടെലിവിഷൻ ചാനലിൽ പറഞ്ഞത്രേ, ഞങ്ങൾ 15 പേരെ നിയോഗിച്ചു എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ. 15 പേര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു കുറ്റവും ഈ കലോത്സവത്തിന്റെ സംഘാടനത്തിൽ, പ്രത്യേകിച്ച് ശുചിത്വത്തിന്റെ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വാർത്തയൊന്നും കൊടുത്തില്ല. മനസ്സിലായോ? കുറ്റമുണ്ടെങ്കിലേ വാർത്തയുള്ളൂ. എന്നാൽ ഇത്ര നന്നായിട്ട് നടന്നു, ഗംഭീരമായിട്ട് നടന്നു എന്നൊരു വാർത്ത വന്നു. കണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടോ? അപ്പോ അതുകൊണ്ട് ഞാൻ, എന്നെപ്പോലുള്ള ആളുകൾ, ഞങ്ങൾ മന്ത്രിമാരൊക്കെ അത് പറയാനല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ നിങ്ങളെങ്കിലും കേൾക്കും. ഇപ്പൊ 4,24,800 വീട് വെച്ചു കൊടുത്തു കേരളത്തിൽ എന്ന വിവരം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? ഒന്ന് കൈവയ്ക്കാൻ. ഞാൻ ഈ പറയുന്നതിന് മുമ്പ് എത്ര പേർക്കറിയാം? ആർക്കും അറിയാം. ഇതാണ് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. നല്ലതൊന്നും വാർത്തയാവാത്ത കാലമാണ്. ഇപ്പൊ ഈ കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു 5,38,000 ആവും. അടുത്ത വർഷം കൂടി ആവുമ്പോഴേക്കും 6.5 ലക്ഷം വീട് 2026 ആവുമ്പോഴേക്കും വരും. അത്ഭുതകരമായിട്ടൊരു കാര്യമില്ലേ? ഒറ്റ ദിവസം കൊണ്ട് 20,000 വീടുകളുടെ താക്കോൽദാനം നടത്തി. കൊല്ലത്ത് വെച്ച് നടത്തിയത്. മുഖ്യമന്ത്രിയെ വന്നു ഒരു ദിവസം കേരളത്തിലാകെ. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത്. കേരളത്തിലെ എല്ലാ വാർഡുകളിലും പൂർത്തിയാക്കിയ വീടിന്റെ വാർഡ് മെമ്പർ താക്കോൽ കൊടുക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി പിറ്റേ ദിവസം ഒരു വാർത്തയില്ല, ഫോട്ടോയില്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ 1ാം ഘട്ടം പത്തനംതിട്ടയിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം നടത്തി. പൂർത്തിയാക്കി 47% പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ പ്രഖ്യാപനം. പിറ്റേ ദിവസം ചെറിയ 2 വരി വാർത്ത. അപ്പൊ ഞാൻ ചില മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇതൊക്കെ വലിയ കാര്യമായിട്ട് നിങ്ങൾ എന്താ നിങ്ങൾ അവഗണിക്കണം? അപ്പൊ ഈ ദാരിദ്ര്യത്തിന്റെയൊക്കെ കാര്യം ആര് ശ്രദ്ധിക്കാം എന്നാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു ഇരട്ടി സന്തോഷമാണ്. ഈ കടക്കലിൽ നന്നായിട്ട് മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിൽ ഇരട്ടി സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ 100%ത്തിൽ നിന്ന് താഴേക്ക് വരുന്നത് മാത്രമല്ല, പൊതുസ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കണം. പൊതുസ്ഥലങ്ങൾ നമ്മുടെ ഒരു ശീലം എന്താന്ന് വെച്ചാൽ, വീട് നന്നായി വൃത്തിയാക്കി വെക്കും. വീട് വെക്കും, വീട്ടിലെ ബാത്റൂമൊക്കെ വൃത്തിയാക്കി വെക്കും. പക്ഷെ നമ്മൾ നല്ല വൃത്തിയായിട്ട് നടക്കും. നമ്മൾ വൃത്തിയായിട്ട് നടക്കുമ്പോൾ നാട് മുഴുവൻ വൃത്തിയേടാക്കും. കയ്യിലുള്ള സാധനം ആവശ്യം കഴിഞ്ഞത്. ഇവിടെ പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബൊക്കെ ഏത് തരത്തിലുള്ളതാണ് എന്ന്. പ്ലാസ്റ്റിക്, നിരോധിത പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ബൊക്കെയാണ്. ഇപ്പൊ കൊച്ചിയിലൊരു പരിപാടിക്ക് പോയപ്പോ കിട്ടി. ഞാൻ ബൊക്കെ വാങ്ങാൻ കൂട്ടാക്കിയില്ല. കോട്ടയത്ത് വേറൊരു പരിപാടിക്ക് എപ്പോഴും വാങ്ങാൻ കൂട്ടാക്കിയില്ല.
അപ്പൊ ചിലരൊക്കെ വിചാരിക്കും ധാർഷ്ട്യം, അതാണല്ലോ ഒരു പൊതുവായിട്ടുള്ള അല്ലെ മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. ഈ മന്ത്രിക്ക് എന്തൊരു ധാർഷ്ട്യമുണ്ട്. ധാർഷ്ട്യം കൊണ്ടല്ല, നിരോധിച്ച പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക് നിരോധനം ഉറപ്പുവരുത്തേണ്ട വകുപ്പിന്റെ മന്ത്രിയാണ് ഞാൻ. എനിക്ക് തന്നെ അത് കൊണ്ടും തരും. പക്ഷെ ഇവിടെ അത്രയും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ക്രോസ് മൂവാണ് തന്നത്, അത്ര മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. തദ്ദേശ വകുപ്പ് ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഒന്നുകിൽ പുസ്തകം അല്ലെങ്കിൽ ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ ഉൽപ്പന്നം ഇത് എന്തേ കൊടുക്കാവൂ എന്നത്. വേറെ ഒന്നും കൊടുക്കരുത് അതിഥികൾക്ക്. മാലിന്യം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ബാഡ്ജ് ഇവിടെ കാണുന്നില്ല, സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ ബാഡ്ജ് കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പരിപാടി കഴിയുമ്പോഴേക്കും ഇത് ഊരി ചുരുട്ടി കൈ പിടിക്കും ഇങ്ങനെ. പിന്നെ ആലോചന ഇത് എവിടെ കളയണം എന്നതാണ്. കുറെ പേര് പതുക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകും. കുറെ പേര് പോകുന്ന വഴിക്ക് ഇട്ടിട്ട് പോകും. വീട്ടിൽ കൊണ്ടുപോയില്ല. വഴി നീളെ കുറെ മാലിന്യം ഉണ്ടാവും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. കപ്പ് ഇവിടെ തന്നെ ചുരുട്ടിക്കൂട്ടിട്ട് വലിച്ചെറിയും. വെള്ളക്കുപ്പി ഇവിടെ കാണാൻ എൻ്റെ ചിലതൊക്കെ. അതെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ നമുക്കത് ശേഖരിക്കാനും സംസ്കരിക്കാനും പറ്റണം. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം നിയമം കർശനമാക്കിയിട്ടുണ്ട്. 10,000 ഉറുപ്പിയാണ് പിഴ. ഇങ്ങനെ കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പോയാൽ 10,000 ഉറുപ്പിയാണ് പിഴ. വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് 1 ലക്ഷമാണ് പിഴ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ കുറ്റാണ്. ആണ്. കാരണം ഇത് ഉപദേശിച്ചതുകൊണ്ടോ ബോധവൽക്കരിച്ചതുകൊണ്ടോ ആർക്കും ബോധം വീണിട്ടില്ല. ഇന്നേ വരെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീണ ചരിത്രമില്ല. എപ്പോഴേ ബോധം വീഴും? കൈ പൊള്ളിയാലേ ബോധം വീഴും. പണ്ട് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല, റോട്ടിൽ മുഴുവൻ അല്ലെ, ബസ് സ്റ്റാൻഡിൽ, ട്രെയിനിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ്സിൽ ഒക്കെ വീഡിയോ വലിക്കാത്ത ഭൂരിപക്ഷം ഉണ്ടാവും. വലിക്കുന്നവർക്ക് ഒരു കൂസലുമില്ല, അവിടെ ഇരുന്ന് കൊടുത്തു അല്ലെ. എങ്ങനെ നിന്നത്? ഹൈക്കോടതിയുടെ വിധി വന്നു. വിധി പോലീസ് നടപ്പാക്കാൻ തുടങ്ങി, വേട്ടയാടി പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ ആരെങ്കിലും പൊതുസ്ഥലത്ത് നിന്ന് വീഡിയോ വലിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് വലിക്കാൻ പറ്റുമോ? വലിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഫൈൻ വന്നാലേ ശരിയോ. ഫൈൻ മാത്രമല്ല, പുതിയൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ടാവും അല്ലേ? ഫോണില്ല എല്ലാവരുടെയും കയ്യിൽ. അപ്പൊ ഞാനൊരു നമ്പർ പറയാം, എഴുതി വെച്ച പ്രയോജനം ഉണ്ടാവും. പ്രയോജനം എന്താന്ന് പിന്നെ പറയാം. 9446 700 800 9446 700 800 എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം? പൈസ കിട്ടും. ഇനി എഴുതാത്തവർക്കാണ് ഇപ്പൊ അബദ്ധം മനസ്സിലായത്. മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലെടുക്കുക, അല്ലെങ്കിൽ വണ്ടി നമ്പർ കിട്ടാവുന്ന തരത്തിലെടുക്കുക. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. കേരളത്തിൽ എവിടെ നിന്നും ചെയ്യാം. കേരളത്തിൽ ഒറ്റ നമ്പറാണ്. ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ 10,000 രൂപ പിഴ ഈടാക്കും. പിഴ ഈടാക്കി കഴിഞ്ഞാൽ പിഴ കയ്യിൽ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ ഈ കൈമാറിയ വിവരം തന്നയാൾക്ക് 2,500 രൂപ കൊടുക്കും. 1511 പേരെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 10,000 പിഴ കിട്ടിയാൽ 2,500 വിവരം തന്ന ആൾക്ക്. അപ്പൊ രാവിലെ ഫോണും കൊണ്ടിറങ്ങുക. ദിവസം 4 ആളെങ്കിലും പിടിക്കുന്ന ശബ്ദം ചെയ്യാം. 4 ആളെ കിട്ടിയ 10,000. നിങ്ങൾക്ക് ന്യായമായി തെറ്റായ വഴിയിലൂടെ അല്ലാതെ ഏത് ജോലി എടുത്തിട്ടോ ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും? ന്യായമായ മാർഗമല്ലേ? നിയമപരമായ കാര്യം. നാടിനോടുള്ളൊരു സേവനമാണ്, എന്ന സൗജന്യ സേവനമല്ല. 4 ആളെ കിട്ടാൻ ഒരു പ്രയാസമില്ല. രാവിലെ ഒരു അരമണിക്കൂറും വൈകുന്നേരം 1/2 മണിക്കൂറും മെനക്കെട്ടാൽ മതി ആളെ കിട്ടാൻ. ഫോണുണ്ട്. മിക്കവാറും നമ്മളൊക്കെ ഫോണിൽ ആ സമയം ചെലവഴിക്കുന്നത്. ഈ തനിയും കുമ്പിട്ടിട്ട് ഇങ്ങനെ വാട്സാപ്പിൽ തോണ്ടിയിരിക്കുന്നതിന് പകരം ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നടന്നാൽ ആളെ കിട്ടും. ഒന്നുകിൽ വണ്ടി നമ്പർ വേണം, അല്ലെങ്കിൽ ആളുടെ മുഖം കിട്ടണം. ഫൈൻ ഈടാക്കും, പൈസ തരും. എല്ലാ മാർഗവും നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുക. പൊതുസ്ഥലത്ത് പാഴ്വസ്തുക്കളും മാലിന്യവും വലിച്ചെറിയുന്നത് സംസ്കാരശൂന്യമാണ്, അപരിഷ്കൃതമാണ്. അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണം, ഫൈനിടണം. അല്പം നാണമുള്ള ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.
തുണിയില്ലാതെ നമ്മൾ പൊതുസ്ഥലത്ത് നടക്കില്ലല്ലോ. ഏതാണ്ട് അതുപോലൊരു കാര്യമാണ് കയ്യിലുള്ളത് പൊതു സ്ഥലത്ത് വലിച്ചെറിയുക എന്ന് പറയുന്നത്. അപ്പൊ കടക്കൽ നല്ല പുരോഗതിയൊക്കെ കൈവരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത് പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ മാറ്റം വരണം, ശീലത്തിൽ മാറ്റം വരണം. അപ്പൊ വീട് വേണം, വികസനം വേണം, റോഡ് വേണം, സൗകര്യങ്ങളൊക്കെ വേണം, ഒപ്പം വൃത്തിയും വേണം. വീട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നാട് വൃത്തിയായിട്ടിരിക്കണം. അതിനാണ് സർക്കാർ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നീട്ടുന്നില്ല. എന്തായാലും ലൈഫ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒപ്പം ലയൺസിനെ പോലുള്ള സംഘടനകളും കൂട്ടായ്മകളും അബ്ദുള്ളക്കയെ പോലുള്ള വ്യക്തികളും ഒക്കെ ഇതിന്റെ ഭാഗമാവുകയാണ്. ഇനിയും ആർക്കെങ്കിലും സ്ഥലം സംഭാവന കൊടുക്കണം എന്ന് തോന്നിയാൽ ആരും മരിച്ചു നിൽക്കണ്ട. അതെ, അല്ല, ഇപ്പോൾ അബ്ദുള്ളക്ക മാത്രമല്ല, അബ്ദുള്ളക്കയുടെ മാതൃക പകർത്താൻ കടക്കലിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എന്റെ ഒരേക്കർ ഭൂമിയില്ല, അതുകൊണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ, ഒരേക്കർ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് ആരും വിഷമിച്ചിരിക്കണ്ട. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് ഞാൻ മറക്കില്ല, ബിനോയ് എന്നാണ്. അപ്പൊ ഒരു പരിപാടിക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു, മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിൽ 2 പേർക്ക് വീടിനുള്ള ഭൂമി ഒരാൾ കൊടുക്കുന്നുണ്ട്, ആധാരം ഒന്ന് ഏറ്റുവാങ്ങണം. ഞാൻ വിചാരിച്ചു വലിയ സമ്പന്നനായിരിക്കുന്നതാണ്. ആകെ 9 സെന്റ് ഭൂമിയാണ് അയാൾക്കുള്ളത്. ഭാര്യയും 2 മക്കളും വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. ആ 9 സെന്റിൽ വീടും ചുറ്റുമുള്ള 3 സെന്റും കഴിച്ച് ബാക്കി 6 സെന്റ് സംഭാവന ചെയ്യാം 2 പേർക്ക്. അപ്പൊ സംഭാവന ചെയ്യാൻ ഒരുപാട് ഭൂമി വേണമെന്നില്ല. അത് ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചിലർ വിചാരിക്കും ഒരേക്കർ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു എന്ന്. ഒരേക്കറയായിട്ടേ സ്വീകരിക്കൂ എന്നൊരു നിർബന്ധവും സർക്കാരിനില്ല. 3 സെന്റ് ആണെങ്കിലും സ്വീകരിക്കും, ഒരാൾക്ക് കൊടുക്കാമല്ലോ. 10 സെന്റ് ആണെങ്കിലും സ്വീകരിക്കും. അപ്പോ ഇത്തരം പുതിയ മാതൃകകൾ നമുക്ക് സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പദ്ധതി വിശദീകരിക്കുന്നതിന് വേണ്ടി ലൈഫ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സൂരജ് ഷാജിയെ ക്ഷണിച്ചു. ഏറെ ബഹുമാനിയായ അധ്യക്ഷ ശ്രീമതി എ ചിഞ്ചുറാണി അവർ, ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ, വേദിയിലും സദസ്സിലുള്ള മറ്റെല്ലാവർക്കും നമസ്കാരം. ലൈഫ്, നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 5,38,811 ഭൂമിയുള്ള ഗുണഭോക്താക്കൾക്കാണ് ഭവന നിർമ്മാണത്തിനായി നമ്മൾ ധനസഹായത്തിനായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൽ 4,24,800 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,14,000 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പുരോഗതിയിലാണ്. ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഭൂമിയും വീടും നിർമ്മിക്കുന്നതിനായുള്ള ധനസഹായം അനുവദിക്കുന്നതോടൊപ്പം തന്നെ അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതികൾ ലൈഫിലുണ്ട്. അതിൽ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ നിരവധി വ്യക്തികളും സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. നമ്മൾ ഇന്ന് ലയൺസ് 318A ഭാഗമായി ഇവിടെ കിടപ്പാടമില്ലാത്തവർക്ക് വീടും എന്നുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഈ ഒരു ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പൊതുജന സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സംഘടനയാണ്. ലൈഫ് മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് 100 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണെന്ന്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ 25 വീടുകളും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുതാക്കൽ പഞ്ചായത്തിലുള്ള 25 വീടുകളും ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്തിൽ 10 വീടുകളും കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ശ്രീ അബ്ദുള്ള വിലയ്ക്ക് വാങ്ങി നൽകിയ 1 ഏക്കർ സ്ഥലത്ത് 25 വീടുകളും പരവൂർ നഗരസഭയിൽ 15 വീടുകളും ഉൾപ്പെട്ട 100 വീടുകളാണ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A നിർമ്മിച്ചു നൽകുന്നത്. ഇതിനു പുറമെ ഈ കുടുംബങ്ങൾക്ക് തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അമ്യൂണിറ്റി സെന്ററും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്നതാണ്. ഈ ചടങ്ങുമായി അനുബന്ധിച്ചുള്ള ലൈഫ് മിഷനുമായി
318A ഡിസ്ട്രിക്ട് ഗവർണറും ലൈഫ് മിഷനും ബഹുമാനപ്പെട്ട എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ 30/10/2024 ധാരണാപത്രം ഒപ്പിട്ടത്. ഈ പദ്ധതിയുടെ ഭാഗമായി 2 കിടപ്പുമുറി, ഹാൾ, അടുക്കള, ശുചിമുറി എന്നിവ ഉൾപ്പെട്ട് 454 ചതുശ്ര അടി വിസ്തീർണമുള്ള കോൺക്രീറ്റ് വീടുകളാണ് ലയൺസ് പൂർണ്ണമായും സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത്. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരുടെ പുനരധിവാസത്തിനായി ശ്രീ അബ്ദുള്ള വിലയ്ക്ക് വാങ്ങി നൽകിയ 1 ഏക്കർ ഭൂമിയിൽ 25 വീടുകൾ ഈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നതിനുള്ള ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. 30/6/2025 ഈ വീടുകളുടെ നിർമ്മാണം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 പൂർത്തീകരിച്ച് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ 25 ലൈഫ് കുടുംബങ്ങൾക്ക് പാർപ്പിടമായി ലഭ്യമാക്കും. കടക്കൽ ഗ്രാമപഞ്ചായത്ത്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്, ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്ത്, കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി ലക്ഷ്യമിട്ടിട്ടുള്ള 100 വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളത് ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A ഈ പദ്ധതിയുടെ ഭാഗമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ക്രിയാത്മകമായ സഹകരണവും ആത്മാർത്ഥമായ പങ്കാളിത്തവും ഉത്തരവാദിത്തമായ പൂർണ്ണമായുള്ള ചുമതല നിർവഹണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്ത് നമ്മുടെ ഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ലയൺസ് പരിപാടിയുടെ വിശദീകരണം നടത്തുവാൻ വേണ്ടി ലയൺസ് ഇന്റർനാഷണലിന്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ PMJF ലയൺ MA വഹാബ് അവരെ ക്ഷണിച്ചുകൊണ്ടു. സജീവ സാന്നിധ്യം പ്രിയങ്കരി ഈ പ്രദേശത്തിന്റെ MLA കൂടിയായ ബഹുമാന്യ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി വികസന പാതയിൽ മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ബഹുമാന്യ മന്ത്രി 3 വകുപ്പുകൾ അനായാസേന കൈകാര്യം ചെയ്ത് വിജയിപ്പിച്ച MD രാജേഷ് അവർകൾ, ശ്രീ സൂരജ് IAS ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷൻ, ശ്രീ ലതിക വിദ്യാധരൻ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, ഈ പ്രദേശത്ത് വൃത്തിയുള്ള നഗരമാക്കുക എന്ന ലക്ഷ്യം വെച്ച് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ നല്ല സുഹൃത്ത്, ഇതിനോടകം സുഹൃത്തായ ശ്രീ മനോജ്, ഡിസ്ട്രിക്ട് 318A ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലൈൻ ജെയിൻ സി ജോബ്, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലൈൻ എഞ്ചിനീയർ അനിൽ കുമാർ, മുൻ ഗവർണർ ലൈൻ P സുരേന്ദ്രൻ സർ, സന്നിഹിതരായ ലയൺസ സഹോദരന്മാർ, പ്രിയപ്പെട്ട അബ്ദുള്ളക്ക അടക്കം ബഹുമാന്യരായ സഹോദരന്മാരെ,
ലയനിസത്തെ സംബന്ധിച്ച് ഞാൻ ഇനി ഒന്നും പറയേണ്ടതില്ല. ബഹുമാനനായ മന്ത്രിമാരടക്കം പ്രിയ സുഹൃത്തുക്കൾ ഇതിനോടകം സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട മന്ത്രിക്കും ആഗ്രഹം തോന്നുന്നുണ്ടാവും ലയനിസത്തിൽ ചേർന്നാൽ എന്ത് എന്ന്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ധനാഢ്യമല്ല ലക്ഷ്യം, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തുകയും സമ്പാദ്യത്തിന്റെ വിഹിതം അർഹർക്ക് നൽകും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ജനവികാരം എന്ത് എന്ന് ബോധ്യപ്പെടാൻ ഞങ്ങൾക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ടതുമില്ല. 100 വീടുകൾ പണിത് കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഗവൺമെന്റുമായി സംവദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആഗ്രഹം ഒന്നാണ്, സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട്. 1 വർഷമാണ് ഒരു ഡിസ്ട്രിക്ട് ഗവർണർക്ക് ലഭ്യമായി കിട്ടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യതയോടുകൂടി 5 എഞ്ചിനീയേഴ്സ് ഈ പ്രദേശത്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകൾ പറയും. ലയൻ രാജൻ, ലയൻ ബിനു, ലയൻ രവികുമാർ, ലയൻ ശ്രീകുമാർ, ലയൻ സുധി. 1 രൂപ പോലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല, അവരും കൂടി സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും കർമ്മനിരതരാകുന്നത്. ഞങ്ങൾ പണിത് കൊടുക്കുന്ന ഭൂമിയിൽ കരിങ്കൽ ബേസ്മെന്റ് കൂടുതൽ എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ RCC, PCC, കോളംസ്, അതുപോലെ പിന്നീട് അതിൻ്റെ മുകളിലായി ബെൽറ്റ് കോൺക്രീറ്റ് മീൻസ് ഇതൊക്കെ വളരെ സുശക്തമായ രീതിയിൽ ഭൂമി കുലുങ്ങിയില്ലെങ്കിൽ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വസിക്കുന്നതിന് സമാനമായ ഒരു വീട്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുഹൃത്തുക്കൾ അടക്കം എല്ലാവരും ഇതിനോടകം വേണ്ട തുടർ നടപടികൾക്ക് സൗകര്യം മെച്ചപ്പെടുത്തി തരുന്നു. ഞങ്ങൾ അതിലേക്കുള്ള പ്രാരംഭ നടപടികളിലേക്കും കൂടിയാണ്. 3 മാസം കൊണ്ട് ഇവിടെ തീർക്കണം എന്നതാണ് ലക്ഷ്യം. ഞങ്ങളുടെ ലയനിസ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. 1 വീട് ഒരാൾക്ക് എന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് അനവധി പേര് മുൻപോട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വിദൂരമല്ലാത്ത രീതിയിൽ ഞങ്ങളിത് പണിത് ഞങ്ങൾക്ക് വാക്ക് തന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു തരാം. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമുണ്ടാകും. ഇദ്ദേഹവുമായി പല സമയങ്ങളിൽ നേരിട്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും വളരെ ദ്രുതഗതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ട വ്യക്തി കൂടിയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർ. അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ JC ജോബ്. ആവശ്യങ്ങൾ അവിടെ ഉണ്ട് താനും, അതിൽ ഇടപെടാനും ആ ഡിസ്ട്രിക്റ്റും തയ്യാറെടുക്കും. അതിലേക്ക് വേണ്ടി JC ജോബും ഇടപെടും. പ്രിയമുള്ളവരെ, ഭൂമിക്ക് താഴെയുള്ള എല്ലാവരും സമന്മാരായി ചിത്രീകരിക്കുക, ചിന്തിക്കുക, ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്സ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കും പണക്കൂടുതലുള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നതല്ല. ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരും വിയർപ്പൊഴുക്കി ജീവിക്കുന്നവരും. എന്നാൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഉണ്ടാകണം എന്ന ചിന്തയിലാണ്. നല്ല ഒരു ഭവനം നിങ്ങൾക്കും വേണം. മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും അനേക ലക്ഷം പേർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിർമ്മാണം ആവശ്യമായിട്ടുണ്ട്. വീടുകളും അത്യന്താപേക്ഷിതം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ ഒരു ഭാഗമാകുകയാണ് ലയൺസ് ക്ലബ് ചെയ്യുന്നത്. പ്രിയങ്കരായ നാട്ടുകാരോട് ഒരു അഭ്യർത്ഥന, നിങ്ങളുടെ നല്ല മനസ്സുകളിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് ലക്ഷ്യം. പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാനും
നിങ്ങളുടെ സമീപത്തുള്ളവർ, നിങ്ങളുടെ സഹോദരങ്ങൾ നല്ല വീടുകളിൽ അന്തി ഉറങ്ങാനും കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തിയാൽ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ 25 വീടുകൾ, ഒരു അമ്യൂണിറ്റി സെന്ററും അടക്കം 26 വീടുകൾ യഥാസമയം ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതിന് ഞങ്ങളുടെ ലയൺസ് സുഹൃത്തുക്കൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും. കൂട്ടത്തിൽ പ്രിയങ്കരനായ പ്രസിഡന്റ് അടക്കം ഈ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി അവർകളടക്കം. തുടർ നടപടികൾ എന്നുദ്ദേശിക്കുന്നത് ഒരു വീട് അമ്യൂണിറ്റി സെന്റർ എന്നത് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടാകുന്നതിന് സമാനമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഒരു അമ്യൂണിറ്റി സെന്റർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസാമാസമുള്ള വൈദ്യപരിശോധന, പല വൈദ്യ പരിശോധനകളും അതിലുണ്ടാകും. അത് ക്യാൻസർ പരിശോധന അടക്കം, കാഴ്ചശക്തി പരിശോധന അടക്കം, തിമിര ശസ്ത്രക്രിയ അടക്കം, നിങ്ങളുടെ കുട്ടികളുടെ പഠന മുന്നോക്കത്തിന് വേണ്ട സൗകര്യങ്ങളടക്കം, ഭക്ഷ്യദൗർലഭ്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ അമ്യൂണിറ്റി സെന്റർ വഴി ലഭ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളും കൂടി നിങ്ങളുടെ വാസസ്ഥലം ഉപയോഗിക്കുന്നത് മാത്രം, നിങ്ങളുടെ ഒരു അടുത്ത താമസക്കാരനാണ് ലയൺസ് ക്ലബ്ബ് എന്നും കൂടി ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള എല്ലാ നിവാസികൾക്കും ലയൺസ് ക്ലബിന്റെ ആദരം അറിയിച്ചുകൊണ്ട് ഇതിന്റെ സൗകര്യം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്കും ശ്രീ മനോജ് അവർക്കുമെല്ലാം സ്നേഹം പങ്കിട്ടുകൊണ്ട് എൻ്റെ കടപ്പാടും കൂടി അറിയിച്ച് ലയൺസും നാൾക്കുനാൾ ഉയരുന്നതിന് വേണ്ടി സർവാത്മന യോഗ്യതയുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം. ആരും ആർക്കും ഒന്നിനും എതിരുമല്ല. പക്ഷെ ഒന്ന് മാത്രം, നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കാനും അർഹരായ അടുത്തുള്ളവർക്ക് സഹായം എത്തിക്കാനും കഴിയണം എന്ന് മാത്രം പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ലൊരു നാളേക്ക് വേണ്ടി ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. നമുക്ക് 1 ഏക്കർ സ്ഥലം ഈ ലൈവ് വിഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ലയൺസ് ക്ലബ്ബ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം സംഭാവനയായി നൽകിയ പ്രിയങ്കരനായ വിശിഷ്ട വ്യക്തി ശ്രീ അബ്ദുള്ളയെ ഇവിടെ ആദരിക്കുകയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ചു. നമ്മുടെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാൻ ലയൺസിൻ്റെ തന്നെ പ്രിയപ്പെട്ട 5 എഞ്ചിനീയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ വീടിൻ്റെ പണി പുരോഗമിക്കുന്നത്. അവരെ കൂടി ഇവിടെ വിളിച്ച് ഒന്ന് ആദരിക്കുക. ലയൻ രാജൻ, ലയൻ സുധി, ലയൻ രവികുമാർ, ലയൻ ശ്രീകുമാർ, ലയൻ ബിനു, എല്ലാവരും ഇവിടെ എത്തുക. ശ്രീകുമാർ യഥാർത്ഥത്തിൽ ഓക്കെ, അവരെ ഓണർ ചെയ്യുകയാണ്, പൊന്നാടാക്കി തരുന്നുണ്ട് സാർ. ഞങ്ങൾ ഡിസ്ട്രിക്റ്റിന്റെ പ്രസ്റ്റീജിയസ് പൊന്നാട ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് നൽകിക്കൊണ്ട് ഒരു വീട് ഒരു ലയൺ എന്ന മുദ്രാവാക്യത്തിൽ ഏതാണ്ട് 35ഓളം പേരുമുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓണർ ചെയ്യുന്നത് ചാമ്പ്യൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന പേരിലാണ്. അത് ഉദ്ഘാടന ദിവസം, അതായത് പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടന ദിവസം അവരെ ശ്രീമാൻ
പ്രിയങ്കരൻ മുഖ്യമന്ത്രിയെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന രീതിയിലേക്ക്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറീസ് 3 പേരുണ്ട്, ക്യാബിനറ്റ് ട്രഷറർ ഉണ്ട്, ക്യാബിനറ്റ് ട്രഷറി ഉണ്ട്, അതുപോലെ സജീവ സാന്നിധ്യമുള്ള ചീഫ് സെക്രട്ടറീസ് ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഉണ്ട്. അവർക്കെല്ലാം അനുമോദനം വാക്കാൽ നൽകിക്കൊണ്ട് നിർത്തും. പ്രിയങ്കരായ നമ്മുടെ ജനപ്രതിനിധികൾ, വേദിയിലുള്ള ആരും തന്നെ ഈ വൈകിയ വേളയിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃതജ്ഞത പറയുന്നതിന് വേണ്ടി നമ്മുടെ ഡെപ്യൂട്ടി CEO ലൈഫ് മിഷൻ ശ്രീ അൻവർ ഹുസൈനെ ക്ഷണിക്കുന്നു. ഹലോ, അത് ഞാൻ പറയാം, ഞാൻ വിളിക്കാം. ആദരണീയായ യോഗാധ്യക്ഷ ശ്രീ ചിന്നറാണി അവർ സ്ഥിരാസ്ഥാപന ഉദ്ഘാടനം നടത്തി കടന്നുപോകുന്ന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റുകാര്യ മന്ത്രി ശ്രീ എം രാജേഷ് അവർ, ലൈഫ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുരേഷ് ഹൈജസ് അവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു സുഹൃത്തുക്കളെ, ഉച്ച സമയം എല്ലാവരും തിരക്കിലാണ്. നന്ദി പ്രസംഗം കേൾക്കാനും ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ കരയമായും ജഡായ ട്രഷറാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് പ്രൊജക്റ്റ് പോകണത് ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതെ, ആണ്. നമ്മോടൊപ്പം ജിതായുടെ ട്രഷറും ലൈഫ് ക്ലബിൻ്റെ അംഗവുമായ ശ്രീ ചടയമംഗലം നിസാർ ചേരുകയാണ്. അദ്ദേഹം ഈ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. നമസ്കാരം നിസാർ. നമസ്കാരം. പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ അഭിമാന പദ്ധതിയായ 100 വീടുകൾ ലൈഫ് മിഷനുമായി കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷനുമായി ചേർന്ന് ലയൺസ് ഇൻ്റർനാഷണൽ 318 ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഒഫീഷ്യൽ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഇത് മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് ഏറ്റിരുന്നത്. കഴിഞ്ഞ 31-ാം തീയതി 11 മണിക്കായിരുന്നു ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. അന്നേക്ക് മൻമോഹൻ സിംഗ് മരണപ്പെട്ടതിനാൽ ഒഫീഷ്യൽ പരിപാടികളെല്ലാം നിർത്തിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഗ്രാം ഉപേക്ഷിച്ചു. അതാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സാർ ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 4 വില്ലേജുകളിലായി 100 വീടുകൾ എന്ന സ്വപ്ന പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ലയൺ 318 എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് പാറശാല മുതൽ ഹരിപ്പാട് വരെയാണ് ഉള്ളത്. ഞങ്ങളുടെ ലയൺസ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ ഹരിപ്പാട് വരെയാണ്. അതിൽ 4 വില്ലേജിൽ ഒന്ന് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കടക്കൽ കോട്ടപ്പുറം എന്ന സ്ഥലത്താണ്. ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ 31-ാം തീയതി ലയൺസിൻ്റെ മെമ്പേഴ്സ് എല്ലാം കൂടി ലയൺസ് ക്ലബ് ഭാരവാഹികളെല്ലാം കൂടി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. പണികൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ പദ്ധതി സമയബന്ധിതമായി വരുന്ന 3 മാസത്തിനകം, അതായത് ഏപ്രിൽ 30-നകം പരിപൂർണമായും വാസയോഗ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ ഈ വില്ലേജിൽ 25 വീടും ലയൺസ് ക്ലബിൻ്റെ തന്നെ ഒരു അമ്യൂണിറ്റി സെൻ്ററുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള പണികൾ സ്റ്റാർട്ടും ചെയ്തു. ഈ വീടുകൾ സംഭാവന ചെയ്തിരിക്കുന്നത് ലയൺസ് ക്ലബ് മെമ്പേഴ്സ് തന്നെയാണ്. ലയൺസ് ക്ലബ് മെമ്പേഴ്സിന് ഓൾറെഡി 31 വീടുകൾ ലയൺസ് മെമ്പേഴ്സ് ഓൾറെഡി സംഭാവന ചെയ്ത് കഴിഞ്ഞു. ബാക്കി 100 വീടിൻ്റെ കളക്ഷൻ നടന്നു വരികയാണ്. ഇതിൻ്റെ ആദ്യം ഈ 100 വീടിൻ്റെ ആദ്യ 25 വീടുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത്. ഇതിലൂടെ മുൻ പ്രസിഡൻ്റായ പി രാജീവ് സാർ നമ്മളോട് ചേരുകയാണ്. സാർ, നമ്മുടെ ഈ പദ്ധതിയെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. വെച്ചിടത്തോളം ലയൺസ് ക്ലബ്ബ് ഇത്തരമൊരു പരിപാടി
2024-25 വർഷത്തെ ഗവർണർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ 318A നിലവിലെ ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൺ MA വഹാബ് സാറാണ്. ഇതിന് ചടയമംഗലം ജഡായു ലയൺസ് ക്ലബിൻ്റെയും അതുപോലെ സമീപപ്രദേശത്തുള്ള അഞ്ചൽ ലയൺസ് ക്ലബ്ബ്, ആയൂർ ലയൺസ് ക്ലബ്ബ് തുടങ്ങിയവയുടെയൊക്കെ സജീവമായ പിന്തുണ, അതുപോലെ ഇടയ്ക്കൊക്കെ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് കാണുന്നതിനും അതിനൊപ്പം ചേരുന്നതിനുമൊക്കെയുള്ള ഒരു ശ്രമം നടക്കും. നമ്മോടൊപ്പം ഇപ്പം സന്നിഹിതരായിട്ടുള്ളത് അഞ്ചൽ ലയൺസ് ക്ലബിലെ അംഗവും മുൻ ഡിസ്ട്രിക്ട് ഗവർണറുമായ അഞ്ചൽ സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹം രണ്ട് വാക്കും നമ്മോട് സംസാരിക്കും. സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമെടുത്ത് സാമൂഹ്യ സേവനത്തിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ MA വഹാബിൻ്റെ നേതൃത്വത്തിലാണ് കടയ്ക്കൽ കൊട്ടപ്പുറത്ത് തുടങ്ങിയിരിക്കുന്ന ഈ പദ്ധതി പൂർത്തീകരിച്ചാലും അതിൻ്റെ മേൽത്തോട്ട ചുമതല ചടയമംഗലം, ആയൂർ, അഞ്ചൽ മുതലായ ക്ലബ്ബുകളുടെ ലയൺസ് ഭാരവാഹികളായിരിക്കും നോക്കുന്നത്. കെട്ടിടം പണി ഏൽപ്പിച്ചിട്ട് പോവുകയല്ല, ഇതിന് അമ്യൂണിറ്റി സെൻ്റർ കൂടെ പ്രവർത്തിക്കും. നാട്ടുകാരുടെ സഹായവും സഹകരണവും. നന്ദി, നമസ്കാരം. കോട്ടപ്പുറത്ത് ലയൺസ് ലൈഫ് വില്ലേജിൻ്റെ തറക്കല്ലടിയിൽ ഉദ്ഘാടന ചടങ്ങ് തത്സമയം ഞങ്ങൾ സാക്ഷി TV പ്രേക്ഷകർക്ക് വേണ്ടി എത്തിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കടയ്ക്കലിലെ ഈ വസ്തു വാങ്ങിക്കൊടുത്ത കടയ്ക്കലത്തെ വ്യാപാരി ശ്രീ അബ്ദുള്ള അവറുകളാണ്. അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കുന്നു. പറഞ്ഞു അതാണ് ഇന്ന് ഒരു സന്തോഷമായ ഒരു ദിവസമാണ്. കാരണം 1 ഏക്കർ വസ്തു കൊടുത്തിട്ട് 5-6 വർഷമായി. ഇന്നിപ്പോൾ വീട് വയ്ക്കാനുള്ള ഒരു സംഘടന വന്നു, അവർ വീട് വയ്ക്കാൻ തയ്യാറായി. അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ 25 കുടുംബത്തിന് അവർ വീട് വയ്ക്കില്ല. അത് ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം. കോട്ടപ്പുറ വാസികൾക്കും കടയ്ക്കുള്ള വാസികൾ എല്ലാവർക്കും ഈ വന്ന് പങ്കെടുത്ത് എല്ലാവർക്കും ഒരു നന്ദി കൂടെ പറയണം. കാരണം ഇതിന് എല്ലാവരും സഹകരിക്കുകയാണ്. സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സാക്ഷി ടിവിയുടെ എല്ലാ പ്രാർത്ഥനയും അങ്ങയോടൊപ്പം ഉണ്ടാകും. ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ അങ്ങയ്ക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.